ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഇൻസ്റ്റാ 360 X5 ഇതിൻ്റെ ബണ്ടിൽ പാക്കാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ ഏകദേശം ഒരു 4-5 മാസമായി മേടിച്ച് വെച്ചിട്ട് വോയിസ് ഓവർ കൊടുക്കാനുള്ള മടിയായിട്ട് അതങ്ങനെ വെച്ചിരുന്നു. പിന്നെ വിചാരിച്ചു വന്നത് എന്തായാലും അങ്ങനെ കൊടുത്തളയാം അല്ലേ. അപ്പോൾ നമ്മളിത് അൺബോക്സ് ചെയ്യാൻ പോകണം. ഈ ക്യാമറയിൽ നമുക്ക് 360 ഡിഗ്രിയിൽ വീഡിയോസ് എടുക്കാം. വീഡിയോ എടുത്തതിന് ശേഷം റീഫ്രെയിമിങ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. എനിക്ക് അങ്ങനെ ആധികാരികമായി പറയാൻ വല്ലാണ്ട് അറിയത്തില്ല ഇതിനെക്കുറിച്ച്, ക്യാമറയുടെ കാര്യങ്ങളെ കുറിച്ചിട്ട്. നമ്മൾ യൂസേജിനനുസരിച്ച് കാര്യങ്ങൾ വ്യക്തമായി പറയാം. അപ്പോൾ ഇതിപ്പോൾ ഒരു ബണ്ടിൽ പാക്കാണ്. ഇതിൽ എന്തൊക്കെയാണ് വരുന്നതെന്നുള്ളത് ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് കാണിക്കുന്നതാണ്. ലെറ്റ്സ് സീ. പെറുക്കി അരച്ചെടുത്തു. യെസ്, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ആദ്യത്തെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. പിന്നെ ഞാൻ ആദ്യമായിട്ട് ക്യാമറ മേടിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് എന്തൊക്കെയുള്ളത്, ഒരു പൗച്ചുണ്ട്. ഓക്കെ, ഇത് നല്ല രസമുണ്ടല്ലേ, നല്ല ഭംഗിയുള്ളൊരു പൗച്ചാണ്. പിന്നെ നമുക്കിത് സെൽഫി സ്റ്റിക്ക് വരുന്നുണ്ട്. സെൽഫി സ്റ്റിക്ക് 114 സെൻറ്റിമീറ്ററാണ് ഉണ്ട് ഇതിൻ്റെ നീളം. യെസ്, ഇത് കൂടാതെ വേറെ സെൽഫി സ്റ്റിക്കുകൾ വരുന്നുണ്ട്. മീൻസ് നമുക്ക് ഡ്രോൺ ടൈപ്പ് വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ ഏകദേശം 3 മീറ്റർ നീളമുള്ളൊരു സ്റ്റിക്ക് വേറെ വരുന്നുണ്ട്. അത് നമ്മൾ സെപ്പറേറ്റ് മേടിക്കണം. അങ്ങനെ കുറേ അതുപോലെയുള്ള ബൈക്ക് മൗണ്ടിങ്, സൈക്കിളിലൊക്കെ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന ക്ലാമ്പുകൾ, അതൊക്കെ സെപ്പറേറ്റ് നമ്മൾ മേടിക്കണം. അങ്ങനെ കുറേ ഉണ്ട്. അത് വാട്ടറിൽ വീഡിയോസ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേറെ ആക്സസറീസ് മേടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിതിലിപ്പോൾ ഇനി എന്താ വരാൻ പോകുന്നത്, ഈ ബോക്സിൽ നമുക്ക് യൂസർ മാനുവലാണുള്ളത്. പിന്നെ കുറേ പേപ്പേഴ്സ് അതും ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കതിൻ്റെ സ്പീക്കറിൻ്റെ തോന്നുന്നുണ്ട്, അതിന് ഡസ്റ്റ് ഒന്നും കിടക്കാണ്ടിരിക്കാൻ സ്റ്റിക്കേഴ്സ് ഒരു 4 അതിൽ വരുന്നുണ്ട്. അടുത്തതായി നമുക്കിനി എന്തത് വെക്കാം. അതെ, പെട്ടിക്കകത്ത് ഒരു കുഞ്ഞു പെട്ടി. ഈ പെട്ടിക്കകത്ത് എന്തുണ്ട്, ലെറ്റ്സ് സീ വാട്ട് ഈസ് ഇൻസൈഡ്. Yes guys, yes, this one is battery, extra battery ആണ്. ഞാനിനി ബണ്ടിൽ നമ്മൾ എക്സ്ട്രാ ബാറ്ററി ചാർജർ ഉള്ളതാണ് നമ്മൾ ബണ്ടിൽ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എക്സ്ട്രാ ഒരു ബാറ്ററി ഉണ്ടാവും. അപ്പോൾ ഒരു ബാറ്ററി എവിടെയൊന്നുമില്ലേ, അതാണ് ക്യാമറയുടെ ഉള്ളിലായിരിക്കാനാണ് ചാൻസ്. ലെറ്റ്സ് സീ. നമുക്കിനി പൗച്ച് ഓപ്പൺ ചെയ്ത് നോക്കാം. ക്യാമറ കാണാനില്ല, അപ്പോൾ അത് ഇതിൻ്റെ അകത്തായിരിക്കുമല്ലോ. ഓപ്പൺ ചെയ്തു, സിപ്പൊക്കെ തുറന്നു. യെസ് ഗായ്സ്, ഇതായിരിക്കുന്നു നമ്മുടെ ക്യാമറ. സൈഡിലെ പാക്കറ്റ് തുറന്ന് നോക്കിയാൽ അതവിടെ ഒരു കുഞ്ഞു പൗച്ചുണ്ട്. കുഞ്ഞു പൗച്ച് ക്യാമറക്കുള്ള കവറിങ് ആയിരിക്കും അല്ലേ. വേറൊരു ബോക്സ്, ആകെ ബോക്സാണ് ഗായ്സ്. ഈ ബോക്സിൽ എന്തുണ്ട്, അതെ അത് ക്യാമറയുടെ ലെൻസ് കവർ. യെസ്, ലെൻസാണ്. ലെൻസ് നമ്മൾ സെപ്പറേറ്റ് ഫിറ്റ് ചെയ്യണം. കവറിങ് എന്നല്ലേ ഇനി പറയാ, ഐ തിങ്ക് സോ. അതെ, ഇതാണ് ബാറ്ററി. നമുക്ക് 2 ബാറ്ററി ഒരേ ടൈം ചാർജ് ചെയ്യാൻ പറ്റും. ബാറ്ററി കേസാണത്. അത് അതിന് സൈഡിലത് കുത്തണം. പിന്നെ ഓക്കെ ഗായ്സ്, കൊള്ളാല്ലേ. കൂടുതൽ പിടിച്ച് നോക്കണം. അവിടെ നമുക്ക് മെമ്മറി കാർഡൊക്കെ സ്റ്റോർ ചെയ്യാനുള്ളൊരു ഏരിയ ഉണ്ട്. ഇതിന്മേൽ തന്നെ 3 സ്ലോട്ട് ഉണ്ട് മെമ്മറി കാർഡ്. അത് പറഞ്ഞപ്പോഴാണ് ഗൈസ്, ഈ ക്യാമറയിൽ നമുക്ക് മെമ്മറി കാർഡ് വരുന്നില്ല. മെമ്മറി കാർഡ് നമ്മൾ സെപ്പറേറ്റ് മേടിക്കണം. അപ്പോൾ നമ്മൾ മെമ്മറി കാർഡ് ഒരുപാട് മേടിക്കേണ്ടി വരും. പിന്നെ ഇതാണ് ക്യാമറ കുട്ടന് ഒരു ഹെഡ് ക്യാപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ നോർമലി എവിടെയൊക്കെ വെക്കുമ്പോൾ സ്ക്രാച്ച് ഒന്നും വിടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊരു ഹെഡ് ക്യാപ്പ് ആ ബണ്ടിൽ പാക്കിൻ്റെ കൂടെ വരുന്നതാണ്. അത് നമുക്ക് സെപ്പറേറ്റ് മേടിക്കാൻ കിട്ടും. ഓക്കെ, ക്യാമറ മാത്രമായിട്ട് മേടിക്കുമ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല.
അതാണ് ബണ്ടിൽ പാക്കായിട്ട് മേടിച്ചാൽ റേറ്റ് ഇച്ചിരി കൂടുതലാണെങ്കിലും സെപ്പറേറ്റ് മേടിക്കുന്നതിനെക്കാട്ടിലും കുറച്ച് കമ്പാരിറ്റീവ് കുറവാണ്. അതതിൻ്റെ അകത്ത് നമുക്ക് ഒരു ബാറ്ററി ഉണ്ട്. യെസ്, അപ്പോൾ നമുക്ക് 2 ബാറ്ററി ആയി. ഇത് കമ്പനി പറയുന്നത് 3 hours ആണ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്നാണ്. 3 hours ഒന്നും ഇല്ല എന്നാണ് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയത്. എന്താ മെമ്മറി കാർഡ് ഞാൻ സെപ്പറേറ്റ് മേടിച്ചിട്ടുണ്ട്. അവനെ ഈ നമ്മൾ ബാറ്ററി ഊരി അതിൻ്റെ ഉള്ളിലാണ് അത് ഫിക്സ് ചെയ്യേണ്ടത്. നമുക്ക് ആദ്യം മെമ്മറി കാർഡിനെ ഒന്ന് പൊട്ടിക്കണം. SD കാർഡ് മൈക്രോ SD ആണ് ഇത് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ ക്യാമറകൾക്ക് ഒരു സെപ്പറേറ്റ് വേർഷൻ വരുന്നുണ്ട്. ഇത്തിരി പ്രൈസൊക്കെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് പിച്ച് ചെയ്യാം. യെസ് ഗായ്സ്, കിട്ടി. നമുക്ക് മെമ്മറി കാർഡിനെ അങ്ങോട്ട് പ്ലേസ് ചെയ്യാം. ഇതിടല്ലേ? അങ്ങനെ മെമ്മറി കാർഡ് ഇടാണ്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല. വേറെ ഇൻബിൽറ്റ് മെമ്മറി ഒന്നുമില്ല. അപ്പോൾ അതിന് ശേഷം നമുക്ക് ബാറ്ററി പ്ലേസ് ചെയ്യുന്നു. നമുക്ക് ഓണാക്കി നോക്കിയാലോ. അതിന് മുന്നേ നമുക്ക് ലെൻസിൻ്റെ കവർ ഇടണ്ടേ? അപ്പം ലെൻസ് അതിന് സ്റ്റിക്കർ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് കുറച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ലെൻസ് പ്ലേസ് ചെയ്യാം. ഈസി പരിപാടിയാണ്. നമ്മൾ സ്റ്റിക്കർ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. പെട്ടിക്കകത്ത് നിന്ന് ലെൻസ് കവർ എടുക്കുന്നു, ഫിക്സ് ചെയ്തു. സംഗതി ഈസി പരിപാടി ആയിരുന്നെങ്കിലും ഞാൻ ആദ്യമായിട്ട് ഫിക്സ് ചെയ്യണോണ്ട് കുറച്ച് നേരം പിടിക്കേണ്ടി വന്നു. സംഗതി സിമ്പിളായിരുന്നു, എനിക്കറിയാത്തോണ്ട് കേട്ടോ. ആദ്യമായിട്ടല്ലേ നമ്മളിത് ചെയ്യുന്നു. അങ്ങനെ 1 സൈഡ് ഇട്ട് ഇത് നമ്മൾ 2 സൈഡിലും സെപ്പറേറ്റ് ആണ് വരുന്നത്. 2 സൈഡിലും സ്റ്റിക്കർ റിമൂവ് ചെയ്തിട്ട് ലെൻസ് ഫിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ലെൻസ് ഫിറ്റിംഗ് പരിപാടി കഴിഞ്ഞു. സംഗതിയൊക്കെ കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ചാർജിങ് സ്ലോട്ട് വരുന്നത്. ക്യാമറയുടെ സൈഡിലൊരു മൂലയിലാണ്. പിന്നെ അതിൻ്റെ അടിയിലായിട്ട് മൗണ്ടിങ് ഉണ്ട്. സ്റ്റിക്കൊക്കെ കറക്റ്റ് സെൻറ്ററിലാണ് അതിൻ്റെ മൗണ്ടിങ്. ഇതിൻ്റെ സെൽഫി സ്റ്റിക്ക് നമ്മൾ പിടിച്ചാലും ഇതിൽ ഇൻവിസിബിൾ ആയിരിക്കും. അത് ഇതിൻ്റെ ഒരു പ്രത്യേകത. ക്യാമറ നമ്മൾ പിടിച്ചാലും ക്യാമറ നമ്മളില്ലാതായിട്ട് കാണില്ല. അതൊരു അഡ്വാൻറ്റേജാണ്. എനിക്കിപ്പോൾ ഇതിൻ്റെ സെറ്റിങ്സൊക്കെ ഒന്ന് ഇരുന്ന് പഠിക്കണം. അല്ലാതൊന്നും എനിക്കറിയില്ല. ഇനി എന്തായാലും ഇതിൻ്റെ പെർഫോമൻസ് വീഡിയോ ഒക്കെ ആയിട്ട് ഇനിയും വീണ്ടും വരുന്നതായിരിക്കും. ഞാനെന്നെ കണ്ടില്ലേ, അന്തം വിട്ട് കുന്തം പോലെ ഇരിക്കുകയാണ്. പിന്നെ നമ്മൾ പഠിച്ചു കിട്ടണമെങ്കിൽ എളുപ്പമല്ല. ഒരുപാട് സെറ്റിങ്സ് ഉണ്ട് ഗായ്സ്, ഒരുപാട് സെറ്റിങ്സ് ഉണ്ട്. സംഗതി എന്തായാലും ഇനി നമ്മൾ പൊളിക്കും. ഇനി നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ള കളിയാണ്. അപ്പോൾ നമുക്ക് ഈ ബണ്ടിൽ വരുന്നത് Insta360X5ൻ്റെ ഒരു ക്യാമറ, അതുപോലെ തന്നെ ഒരു അധിക ബാറ്ററിയും അതിൻ്റെ ബാറ്ററി കേസ് ചാർജ് ചെയ്യാനുള്ള, പിന്നെ ഒരു 114 സെൻറ്റിമീറ്ററുള്ള ഇൻവിസിബിൾ സെൽഫി സ്റ്റിക്ക് ഉണ്ട്. പിന്നെ ലെൻസ് ക്യാപ്പ് ഉണ്ട്. അതിന് ലെൻസ് ക്യാപ്പ് എന്നുണ്ട് പറയാം. ലെൻസ് ഗാർഡ് ഉണ്ട്. പിന്നെ ക്യാരി കേസ്. ഓക്കെ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എനിക്കറിയാമല്ലോ, ഇതിൽ 360 വിഷ്വലാണ്. എന്ന് വെച്ചാൽ നമുക്ക് ചുറ്റുള്ള എല്ലാതും ഇതിൽ പകരം വീഡിയോ എടുക്കുമ്പോൾ. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ് വേർഷനാണിത് H5. ഇതിൽ നമുക്ക് 8Kയിൽ വീഡിയോ എടുക്കാം. അത് 30 FPS വരെ ശേഷിയുള്ള വീഡിയോസ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പുതിയ ഇതെന്ന് വെച്ചാൽ സെൻസർ, കിടിലൻ സെൻസറാണ്. എന്നുവെച്ചാൽ നമുക്ക് ഈ നൈറ്റ് വീഡിയോസൊക്കെ നല്ല വിസിബിളായിരിക്കും. ഇതിൻ്റെ ലൈറ്റിങ് അടിപൊളിയാണെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കണം. പിന്നെ സ്റ്റെബിലൈസേഷൻ്റെ കാര്യം ഗംഭീരമാണ്. ഇത് ആക്ഷൻ വീഡിയോ ആണ്. അപ്പോൾ ആക്ഷൻ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ നല്ല സ്റ്റെബിലൈസേഷനാണെന്നാണ് ഇത് പറയണത്. എന്താണ് ലെൻസ് മാറ്റാവുന്ന പരിപാടി, അത് ഇതിൻ്റെ ഇപ്പോൾ X4 വരെ ഇറങ്ങിയപ്പോഴും നമുക്ക് ഇതിൻ്റെ ലെൻസ് പൊട്ടിയാൽ ഇതുകൊണ്ട് എടുത്തേക്കാന്നല്ലാണ്ട്
വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇപ്രാവശ്യം മുതൽ നമുക്ക് PX5 മുതൽ ഇതിൻ്റെ ലെൻസ് നമുക്ക് മാറ്റിയിടാൻ പറ്റും. അത് വൺ സൈഡ് ലെൻസ് പൊട്ടിയ വൺ സൈഡായിട്ടാണ്, രണ്ട് ലെൻസ് കൂടി വരില്ല. വൺസ് നമുക്ക് ഒരു ലെൻസിന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വൺ സൈഡ് ലെൻസ് കിട്ടും. അത് ഒരു പുതിയ അപ്ഡേഷനാണ്. അത് ഗംഭീര പരിപാടിയാണ് ശരിക്കും. നൈറ്റ് വീഡിയോ എടുക്കുന്നതിന് പ്യുവർ ലൈറ്റ് മോഡ് പറഞ്ഞിട്ടൊരു പ്യുവർ വീഡിയോ എന്ന് പറഞ്ഞിട്ടൊരു മോഡുണ്ട്. അതാണ് അതിൻ്റെ മോഡ്. അത് കിടിലൊക്കെയാണ് കേട്ടോ. ലൈറ്റിങ് ഭയങ്കര, ഞാൻ നൈറ്റ് വിഷ്വൽ അതൊക്കെ ഞാനൊരു വീഡിയോ വേറെ ചെയ്യാം. അപ്പോൾ ഓക്കെ ഗായ്സ്, ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇത് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടാവും വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ മോർ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഇതിനെക്കുറിച്ച് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അപ്പോൾ നമ്മളിത് അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും.